അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടുക്കള ഉള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് വേണ്ട രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹലോ ഹായ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവില്ലേ? നമ്മുടെ പണത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് കൃത്യമായ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് വീട് നിർമ്മിച്ച് നൽകുന്നത് ആരാണ്? അതോടൊപ്പം തന്നെ നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം? നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും? അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ നമുക്കുണ്ടാവാം. അപ്പോൾ നമ്മൾ ആ സംശയത്തിനൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തെന്ന നിലയ്ക്ക് ഞങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു വീട് നിർമ്മിക്കാനുള്ള നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് 2450 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണ്. ഇത് ഏകദേശം ഒരു 5 സെൻറ്റ് ഭൂമിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്വാളിറ്റി ഉള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഡോറുകളൊക്കെ തേക്കിലാണ്, മെയിൻ ഡോറും അതുപോലെ ജനലൊക്കെ തേക്കിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ്, ലംബോത്ര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ള കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ലിവിങ് ഏരിയ. ഇത് 14:10 സൈസിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് ജനാലകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ പൂജാമുറിയായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു പോർഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും ഈ മെയിൻ ലിവിങ് ഏരിയയും കൂടെ തിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇത് മറൈൻ പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ച രീതിക്കാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലെന്ന് പറയുന്നത് 6x4 സൈസിലുള്ള സൊമാനിയുടെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വാൾ ലൈറ്റുകളും സീലിംഗ് ലൈറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡൈനിങ് ഏരിയ കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. ഇത് 16x14 സൈസിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 3 പാളിയുടെ ജനാല നൽകിയിട്ടുണ്ട്. നന്നായിട്ട് വെളിച്ചം ഇതിനകത്തേക്ക് കിട്ടാനായിട്ട് അത് വളരെ പ്രയോജനം നൽകുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഭിത്തിയിൽ ഇങ്ങനെ കോളങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് വളരെ ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്തായിട്ടും ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളുമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മുടെ മെയിൻ ലിവിങ് ഏരിയയിൽ നിന്നും ബാക്കിയുള്ള 2 ബെഡ്റൂമുകളിൽ നിന്നും ആക്സസ് കിട്ടുന്ന രീതി അനുസരിച്ചിട്ട് ഇവിടെ ഒരു കോമൺ ആയിട്ട് വാഷ് ഏരിയയും അതുപോലെ തന്നെ ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബെഡ്റൂമുകൾ കാണാം കേട്ടോ. ഈ വീടിൻ്റെ 5 ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം 14:10 സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് 4 പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. മറ്റേ വശത്തായിട്ട് 3 പാളിയുടെ ജനാലയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിനൊരു വാഷ് ഏരിയയും കൂടെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇതിനുപയോഗിച്ചിരിക്കുന്ന ടൈല് 4x2 ഗ്ലോസി ടൈപ്പ് സൊമാനിയുടെ ടൈലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ജിപ്സം സീലിംഗ് കാര്യങ്ങളായിട്ട് അങ്ങനെ നൽകിയിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. അത് 14:9 സൈസിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരേ ടൈപ്പ് ടൈലുകൾ തന്നെയാണ്. പിന്നെ ഈ റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അങ്ങനെയാണ് ഈ റൂമിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിൻ്റെ ജിപ്സം സീലിംഗ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ കിച്ചൺ കാണാം കേട്ടോ. നമുക്കിവിടെ 2 കിച്ചണാണുള്ളത്. അപ്പോൾ ഇത് ഗ്യാസ് കിച്ചണാണ്. പിന്നെ ഇതിൽ അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് വർക്കുകളാണെങ്കിലും ഞങ്ങൾ ഇതിന് കബോർഡിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാം ലൈറ്റ് ആണ് ഏറ്റവും ഭംഗിയാണെന്ന്, ഇതിന് ഭംഗിയായിട്ട് ഇതിന് ചെയ്തതെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ വരുമ്പോൾ ഇതിന് ഇലക്ട്രിക് ചിമ്മിനി ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൺ ആയതുകൊണ്ട് കൂടുതൽ എയർ സർക്കുലേഷനൊക്കെ വേണ്ടതുകൊണ്ട് 2-3 പാളിയുടെ ജനലുകൾ 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്രയും നല്ലൊരു അടുക്കള, നന്നായിട്ടൊരു കിച്ചൺ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് വേണ്ട രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പാണെങ്കിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈല് എല്ലാം മാറ്റ് ഫിനിഷാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇത്. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ളത് ഒരു ഫയർ കിച്ചണാണ്.
ഇത് ഫയർ കിച്ചൺ. ഇതിലും അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതും ഇതിന് വാം ലൈറ്റിന് മാച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് ഈ ഫയർ കിച്ചണിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിറക് ഉപയോഗിക്കുന്നതുകൊണ്ട് വിറക് ഉപയോഗിക്കാവുന്ന രീതിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയുടെ പണി ഇതുവരെ ആയിട്ടില്ല, അല്പം താമസം കൂടെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞോളൂ അല്ലേ, ഇരിക്കുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നേരത്തെ ആയിരുന്നു അവസാനിക്കും അല്ലേ ചേച്ചി? മുകളിലേക്കുള്ള ഈ സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലംബോത്തറ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ടഫൺ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. ഫുഡ് ലാമ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് കിടക്കുന്ന ഡോറിൻ്റെ 2 ഭാഗത്തായിട്ട് 2 പാളിയുടെ ജനാലകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ലിവിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 24x16 സൈസിലാണ്. വളരെ വിശാലമായ രീതിയിലാണ് ഈ ലിവിങ് ഏരിയ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന് ജിപ്സം സെയിലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ റൂമുകൾ കാണാം കേട്ടോ. ഈ ഹാളിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം നമ്മുടെ താഴത്തെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സൈസിലുള്ള ജനാലകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ നിന്ന് നേരെ ഇവിടെ ഒരു ചെറിയൊരു ടെറസ് ഏരിയ നൽകിയിട്ടുണ്ട്. മുകളിലത്തെ ടെറസിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് ഇത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് അതേപോലെ തന്നെയുള്ള സെയിം ടൈപ്പിലുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള ജനാലകൾ നൽകിയിട്ടുണ്ട്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് മുകളിലത്തെ 3ാമത്തെ ബെഡ്റൂം. നമ്മുടെ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണി കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. ബാൽക്കണിയിൽ 6x2 ഗ്ലോസി ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. ടഫൺ ഗ്ലാസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ സീലിംഗ് ലൈറ്റുകൾ 3 വാട്ടിൻ്റെ വാം വൈറ്റിൻ്റെ പാനൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.